നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വിഷയം ആരോഗ്യം എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാമെന്നതാണ്. കുറേ ആൾക്കാർ ചോദിച്ചു, സാർ ഹെൽത്തിന് വേണ്ടിയിട്ടൊരു വീഡിയോ ഇടാവോ എന്ന്. നമ്മളെല്ലാവരും നല്ല ആരോഗ്യം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അല്ലേ? എന്നാൽ വെറുതെ ആഗ്രഹിച്ചാൽ മതിയാവോ? നമ്മുടെ ചിന്തകൾക്കും വികാരങ്ങൾക്കും നമ്മുടെ ആരോഗ്യത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും. മാനിഫെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുക എന്നതാണ്. സോ ഇവിടെ ആരോഗ്യം നമുക്ക് എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കാം. നല്ല ആരോഗ്യം നമ്മളിലേക്ക് ആകർഷിക്കാൻ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുക്കുക എന്നതാണ് ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത്. വീഡിയോയിലേക്ക് പോകുന്ന മുന്നേ വളരെ പോസിറ്റീവായി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതിയാവും. നമ്മുടെ ഫാമിലിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം. എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് വാട്ടർ ടെക്നിക്, വിഷ്വലൈസേഷൻ, അഫോർമേഷൻസ്, മണി അഫോർമേഷൻസ്, ഗ്രാറ്റിറ്റ്യൂഡ് ഷെയറിങ്, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ 5 മണി മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നിങ്ങൾ നൽകുന്ന സപ്പോർട്ട്, താങ്ക് യു സോ മച്ച്. ഇനിയും സപ്പോർട്ട് നൽകുക. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് ഞാൻ ആഗ്രഹിക്കുന്നു. ഘട്ടം 1, നിങ്ങളുടെ ആരോഗ്യം വ്യക്തമാക്കുക എന്നതാണ്. നിങ്ങൾ എങ്ങനെ ആരോഗ്യവാനായിരിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങൾക്ക് കൃത്യമായി ഒരു വിഷൻ ഉണ്ടായിരിക്കണം. നിങ്ങളത് സങ്കല്പിക്കണം എങ്ങനെയാണെന്ന്. നിങ്ങൾക്ക് എന്ത് മാറ്റങ്ങളാണ് വേണ്ടത്? കൂടുതൽ ഊർജ്ജമാണോ, അല്ലെങ്കിൽ നല്ല ഉറക്കമാണോ, അതോ വേദനകളില്ലാത്ത ഒരു ജീവിതമാണോ? ഈ വേദനകൾ ഇല്ലാത്തൊരു ജീവിതം എന്ന് പറയുമ്പം ശരീരത്തിലുണ്ടാകുന്ന വേദനയുണ്ടല്ലോ, അതില്ലാത്തൊരവസ്ഥയാണ് പറയുന്നത്. സോ ഒരു പേപ്പർ എടുക്കുക, എന്നിട്ട് ഞാൻ ആരോഗ്യമുള്ളവനാണ്, അല്ലെങ്കിൽ ഞാൻ ആരോഗ്യമുള്ളവളാണ്, എനിക്ക് നല്ല ഊർജ്ജമുണ്ട്, ഞാൻ സന്തോഷവാനാണ്, ഞാൻ സന്തോഷവതിയാണ്. ഈ തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പേപ്പർ എടുത്ത് എഴുതുക. ഇത് ഒരു ദിവസം 5 മിനിറ്റ് നിങ്ങൾ പൂർണ്ണമായും ആരോഗ്യമുള്ള ഒരാളായിട്ട് ജീവിക്കുന്നതായിട്ട് എല്ലാ ദിവസവും സങ്കല്പിക്കണം. ഒന്നുകൂടെ പറഞ്ഞുതരാം. നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഉറക്കമെണീക്കുമ്പോൾ എപ്പോഴെങ്കിലും ഒരു 5 മിനിറ്റ് മാറ്റിവെക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ വിഷ്വൽസ് കൊണ്ടുവരേണ്ടത് നിങ്ങൾ നല്ല ആരോഗ്യവാനായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് കൊണ്ടുവരിക. ഈ ഘട്ടം 2 എന്ന് പറയുന്നത് നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കുക എന്നതാണ്. അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് കേട്ടോ. എനിക്ക് വയ്യ, ഞാൻ ക്ഷീണിതനാണ് തുടങ്ങിയ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മുടെ സംസാര രീതി ഒരു അഫർമേഷനും കൂടെയാണ് നമ്മൾ അറിയാതെ ഉപയോഗിക്കാറുണ്ട്. ഇത് നമ്മുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും. മനസ്സിലാക്കണം. അപ്പോഴാലോചിക്കേണ്ടത് എനിക്ക് ആവശ്യമുള്ള കാര്യമാണോ ഞാൻ ചിന്തിക്കുന്നതും പറയുന്നതും അല്ല. അത്തരം ചിന്തകൾ വരുമ്പോൾ അവയെ തിരിച്ചറിയണം. എന്നിട്ട് ഞാൻ ആരോഗ്യവാനാണ് എന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിൽ പറയണം. നിങ്ങളുടെ ചിന്തകളെ നല്ല രീതിയിലേക്ക് മാറ്റുക. നിങ്ങളുടെ ശരീരത്തോട് സ്നേഹത്തോടെയും നന്ദിയോടെയും നിങ്ങൾ പെരുമാറണം. ഘട്ടം 3 നോക്കാം. പോസിറ്റീവായ വാക്കുകൾ ഉപയോഗിക്കുക. നിങ്ങളുടെ സംഭാഷണങ്ങളിൽ ആരോഗ്യകരമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക. എനിക്ക് നല്ല സുഖമുണ്ട്, ഞാൻ ഇന്ന് വളരെ ഊർജ്ജസ്വലരാണ് എന്നിങ്ങനെ പറയുക. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈമും നമ്മൾ എന്ത് ചെയ്യണം? പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ തന്നെ ഉപയോഗിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളോടും കുടുംബത്തോടും നിങ്ങളുടെ നല്ല ആരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കുക. പോസിറ്റീവായിട്ടുള്ള സംഭാഷണങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തും. ഘട്ടം 4, പ്രവൃത്തിയിലൂടെ പിന്തുണയ്ക്കുക. മനസ്സുകൊണ്ട് മാത്രം വിചാരിച്ചാൽ പോരാ, അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക, ദിവസവും വ്യായാമം ചെയ്യുക, ആവശ്യത്തിന് ഉറങ്ങുക. ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അവ നിങ്ങളുടെ ആരോഗ്യത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കും. ഉദാഹരണത്തിന്, എല്ലാ ദിവസവും കുറച്ച് നടക്കുന്നത് പതുക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് വെറുതെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരാ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഭക്ഷണക്രമം കറക്റ്റായിട്ട് നോക്കണം, വ്യായാമം ചെയ്യുക, പ്രോപ്പറായിട്ട് നമ്മൾ ഉറങ്ങുക. ഇതൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യം, ആരോഗ്യം മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു യാത്രയാണ്. ഇതൊരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. സ്ഥിരമായ പരിശ്രമവും നല്ല ചിന്തകളും ആവശ്യമാണ്. നിങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ആരോഗ്യകരമായിട്ടുള്ള ശീലങ്ങൾ വളർത്തുകയും ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ മികച്ച ആരോഗ്യം നേടാൻ കഴിയും. ഈ വീഡിയോ
നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ ധാരാളമായിട്ട്, സമ്പത്തിലൂടെയും സമൃദ്ധിയിലൂടെയും ഐശ്വര്യത്തിലൂടെയും ആരോഗ്യത്തിലൂടെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.